ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല ബിസിനസ് ഓണേഴ്സും ഈ ഒരു ഇതിലാണ് സ്റ്റെക്ക് ആയിട്ട് നിൽക്കുന്നത്, ഈ ഒരു ലൂപ്പിലാണ് സ്റ്റെക്ക് ആയി നിൽക്കുന്നത്. പല ആളുകൾ ബിസിനസ് ഓണേഴ്സിനോട് ഞാൻ പറയും വീഡിയോ ചെയ്യൂ, വീഡിയോ ചെയ്യൂ, വീഡിയോ ചെയ്യൂ. പല ആളുകളും ചെയ്യും. ഓക്കെ, അപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ്, എങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പ് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യും, കുറച്ച് ദിവസമൊക്കെ വീഡിയോ ചെയ്യും, പിന്നെ അവർക്ക് തന്നെ ഒരു മടിയാണ്, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണോ ഇല്ലയോ, മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ട് ഒരു വ്യൂസും ഇല്ലല്ലോ, ഒരു റീച്ചും ഇല്ലല്ലോ, അക്കൗണ്ട് ആണെങ്കിൽ ഇപ്പോഴും സീറോ, അല്ലെങ്കിൽ വ്യൂസ് ആണെങ്കിൽ എപ്പോഴും ഒരു 10-100ന്റെ അടിയിൽ, ആരും കമന്റും ചെയ്യുന്നില്ല, ആരും ലൈക്ക് ചെയ്യുന്നില്ല, ഇതെന്താ എൻക്വയറി ഒന്നും വരാത്ത. അപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്നും വലുതായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഒരു ഫോർമുലയാണ്. ഓക്കെ, RIC. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫോർമുല. ഇത് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നിങ്ങൾക്കൊരു ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ശരിയാവോ, ഫ്യൂച്ചറിൽ എനിക്ക് സെയിൽ വരുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം അതൊരു പ്രോസസ്സാണ് ആക്ച്വലി. ഓക്കെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതൊരു പ്രോസസ്സാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് ഈ ഒരു പെണ്ണ് എത്തുന്നുണ്ടെങ്കിൽ, ഈ ഒരു മാർക്കർ എത്തുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു പ്രോസസ്സ് ഉണ്ടല്ലേ. ഇത് ഒറ്റ ദിവസം കൊണ്ടല്ല. ഇതിന് വേണ്ട അസംസ്കൃത വസ്തുക്കളായിക്കോട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റെവിടെയോ എന്ത് ചെയ്യുന്നത് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടായിരിക്കും ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു കാർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ടല്ല കിട്ടുന്നത്. അതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടും കുറെ ദിവസത്തെ പ്രയത്നമുണ്ട്. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. അതാണ് RIC=S എന്ന് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും റീച്ച്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഈ റീച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, CMA അതുപോലെ തന്നെ ABA ഫോർമുലാസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അപ്പൊ അതിനെന്ത് വേണം, അസറ്റ് ബിൽഡ് ചെയ്യണം അല്ലെ. അപ്പൊ റീച്ച് കിട്ടണം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് പേര് ആളുകളിലേക്ക് റീച്ച് ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. നിങ്ങൾ ഫോളോവേഴ്സ് നോക്കരുത്, കമന്റ് ചെയ്യുന്നത് നോക്കരുത്, ലൈക്ക് കിട്ടുന്നുണ്ടോ നോക്കരുത്, എൻക്വയറി വരുന്നുണ്ടോ നോക്കരുത്. അറ്റ്ലീസ്റ്റ് 2 പേര് അത് 2 പേരിലേക്ക് എത്തിയോ, ഓക്കെ വെരി ഗുഡ്. ഒരു 4 വ്യൂസ് വന്നോ, വെരി ഗുഡ്. അത് 10 ആയോ, വെരി ഗുഡ്. അതിൽ മാത്രം നിങ്ങൾ സംതൃപ്തി ആവുക, സാറ്റിസ്ഫൈഡ് ആവുക. ഓക്കെ, വേറെ നിങ്ങൾ ഓവർ എക്സ്പെക്ട് ചെയ്യണ്ട. കാരണം നിങ്ങളൊരു ബിഗിനിങ് ആണ്, സ്റ്റാർട്ടർ ആണ്. അപ്പൊ ഓവർ എക്സ്പെക്ട് ചെയ്യണ്ട. നിങ്ങൾ മറ്റുള്ളവർ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ചിലപ്പം 1,00,000 വ്യൂസ് ആയി, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോരുത്തരുടെയും ഇത് പല രീതിയിലായിരിക്കും വരിക. ചിലപ്പോൾ പല ആളുകൾക്ക് നല്ല ആക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും, ചില ആളുകൾക്ക് സ്ലോവിലാവും. എക്സ്പെക്ട് ചെയ്യരുത്. കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തും തോറും തന്നെയാണ് നമ്മുടെ വീഡിയോസ് റീച്ച് ആവുന്നതും നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസുകൾ ആളുകളിലേക്ക് എത്തുന്നതും കോൾഡ് മാർക്കറ്റിലേക്ക് എത്തുന്നതും ഒക്കെ അല്ലെ. അതിൽ നിന്നാണ് നമുക്ക് നമ്മുടെ വീഡിയോസ് കണ്ട് റീച്ചായി തുടരെ കണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു ഇൻഡയറക്റ്റ് ഫോളോ അപ്പും കൂടിയാണ് ശരിക്കും നടക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം നിങ്ങളൊരു 4 സ്റ്റാഫിനെ വെച്ചിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് സാലറിയും കൊടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. കാരണം ഈ വീഡിയോയും ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതം ഉണ്ട്, അതുമാണ് ഇതിന്റെ മാജിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വീഡിയോ ഇൻസ്റ്റയിലേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നതോറും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ റീച്ച് ചെയ്യും. ഓക്കെ, നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും, നിങ്ങൾ എന്താണ് സർവീസ്, എന്താണ് പ്രൊഡക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് വ്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ട് പോകുമ്പോൾ 100 ആവും, അങ്ങനെ കൂടി വരും. അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമുകൾ അത് അഡ്രസ് ചെയ്യും. ആ AI സിസ്റ്റം അഡ്രസ് ചെയ്തിട്ട് കറക്റ്റ് അൽഗോരിതത്തിലേക്ക് നിങ്ങൾ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഓഡിയൻസിലേക്ക്, ഇപ്പോൾ A എന്ന് പറയുന്ന ഒരാള് നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടതെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു വീഡിയോ കണ്ടു. ആ ഇൻസ്റ്റഗ്രാം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യും, മറ്റുള്ള വീഡിയോസിന്റെ ഇടയിൽ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയും കൂടി കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇതിനുള്ള സിസ്റ്റം ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലുണ്ട്. നമ്മളത് ഇൻസ്റ്റാഗ്രാമിനെ കൊണ്ട് പണിയെടുപ്പിക്കൊന്നും വേണ്ട. ഇൻസ്റ്റാഗ്രാമിന് വേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ സെറ്റുകൾ ബിൽഡ് ചെയ്യാന്ന് മാത്രം. അങ്ങനെ ഓട്ടോമാറ്റിക്കായി 2 വീഡിയോ കണ്ട ആൾക്ക് വീണ്ടും എന്ത് ചെയ്യും, മൂന്നാമത്തെ വീഡിയോ കൂടി ഇൻസ്റ്റാഗ്രാം സജസ്റ്റ് ചെയ്യും. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങളുടെ ഒരു സിമിലർ വീഡിയോസ് നിങ്ങൾ കണ്ട് ഒരു 4-5 കാണുമ്പോൾ പിന്നെ നിങ്ങളുടെ ടൈം ലൈനിൽ പോയി കഴിഞ്ഞാൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന വീഡിയോ മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം നിങ്ങൾ സ്പോർട്സുമായിട്ട്, ഫുട്ബോളുമായി ബന്ധപ്പെടുന്ന കുറച്ച് വീഡിയോ ആണ് നോക്കിയാൽ പിന്നെ ഒരു 2-3 വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ടൈം ലൈനിൽ ഫുട്ബോളുമായിട്ട് ബേസ് ചെയ്യുന്ന വീഡിയോ. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. നിങ്ങൾ പലപ്പോഴും അത് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഇതേ സംഭവം തന്നെയാണ് നിങ്ങളുടെ ഓഡിയൻസും
എന്ത് ചെയ്യുന്നത് അല്ലെ അവർക്കും അങ്ങനെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ആ ഒരു സാധനത്തിന് നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ ഓഡിയൻസ്, സ്ട്രേഞ്ച് ആയിട്ടുള്ള ഓഡിയൻസ് 2, 3, 4 തവണ കണ്ടു കഴിഞ്ഞാൽ അവൻ ആദ്യം തോന്നുന്നുണ്ടായോ ഈ വീഡിയോ കൊള്ളാലോ, ഇത് ചിലപ്പോൾ എനിക്ക് ഫ്യൂച്ചറിലേക്ക് ആവശ്യം വരും. അപ്പൊ എന്താ, നേരെ പോയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഫോളോ ചെയ്ത് വെക്കും നമ്മുടെ അക്കൗണ്ട്. കാരണം എന്താ, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. നിങ്ങളുടെ നെയിമിന്റെ കൂടെ ഇവിടെ ഫോളോ ബട്ടൺ ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, കമന്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, പിന്നെ ഷെയർ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, സേവ് ചെയ്ത് വെക്കാനുള്ള ബട്ടൺ ഉണ്ട്. ഇതിലൊക്കെ ബട്ടൺസ് അമർത്തി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കസ്റ്റമേഴ്സിന് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മുടെ വീഡിയോയിൽ അട്രാക്റ്റഡ് ആണ്, എന്നെ ഫ്യൂച്ചറിലേക്ക് ആവശ്യമുണ്ട്, ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം, ഫോളോ ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം, പല രീതിയിൽ അവർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതോറും ഇതിലൊക്കെ നമുക്ക് ഓരോ നമ്പേഴ്സ് 1 ആവാം, ചിലപ്പോൾ 2 ആവും, ചിലപ്പോൾ 12 ആവും ലൈക്ക്, അങ്ങനെ കൂടി വരാം. ഒറ്റയടിക്കാൻ ചിലപ്പോൾ നിങ്ങൾ 10 വീഡിയോ ഇട്ടിട്ടോ 100 വീഡിയോ ഇട്ടിട്ടൊന്നും എന്ത് ചെയ്യണമെന്നില്ല, ലൈക്കോ ഫോളോസോ കൂടണമെന്നൊന്നുമില്ല. അപ്പൊ അതൊന്നും നോക്കണ്ട, നിങ്ങൾ പ്രോസസ്സിൽ കറക്റ്റ് പോവാം. അപ്പൊ നിങ്ങൾക്ക് ഒരു 10-30 വീഡിയോ ഇട്ടിട്ടും വലിയ മാറ്റമൊന്നും ഇല്ലാന്ന് തോന്നുമ്പോൾ നിങ്ങൾ പഠിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് റീച്ച് വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ലൈക്ക് വരുന്നില്ല, എന്തുകൊണ്ട് കമന്റ് വരുന്നില്ല. അപ്പോൾ പല രീതിയിലും പല കണ്ടന്റുകളാണ്. ചിലപ്പോൾ ആളുകൾ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടന്റുകൾ ഇടുമ്പോഴായിരിക്കാം ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൊടുക്കുമ്പോഴാണ് ലൈക്ക് വിടുന്നത്, സേവ് ചെയ്ത് വെക്കുന്നത്, മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കണ്ടില്ലേ, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ഒരു എന്താ പറയാ ബിസിനസ് ഓണറെ മെൻഷൻ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഇതെടുത്തിട്ട് ആ ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ താഴെ കമന്റ് ചെയ്യും, ഇന്ന ആള് രജി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ളത് പല രീതിയിൽ ടോപ്പിക്കുകൾ യൂസ് ചെയ്യാന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വഴിയെ ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്ടിവിറ്റികൾ കൂടുമ്പോഴാണ് നമ്മുടെ റീച്ച് എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, പതിയെ 100 പേരിലേക്ക് റീച്ച് ആവുന്നതും, വ്യൂസ് കൂടുന്നതും, അത് 500 ആകുന്നതും, പിന്നെ അത് 1000 ആകുന്നതും, പിന്നെ അത് 10K ആവുന്നതും, 1,00,000 ആവുന്നതും, ഇങ്ങനെ കൂടി പോവുക. അപ്പൊ ഇതൊരു പ്രോസസ്സാണ്. ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, കറക്റ്റ് ആയിട്ട് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന അതിലേക്ക് ഒറ്റയടിക്ക് എത്തില്ല. അങ്ങനെ എത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഉള്ളിലും മടി, പേടി, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള പല സംശയങ്ങളും, ഡൗട്ട്സും, പല രീതിയിലുള്ള കാര്യങ്ങളും, ഓവർ എക്സ്പെക്ടേഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് പ്രോസസ്സിലേക്ക് കറക്റ്റ് ആയിട്ട് വരിക. ഇത് മാത്രമേ ചെയ്താൽ മതി. ഓട്ടോമാറ്റിക് ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതവും അതുപോലെ തന്നെ ഇൻബിൽഡ് AI സിസ്റ്റം മാത്രം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഓഡിയൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് റീച്ച് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അത് വരും. ഓക്കെ, ഓട്ടോമാറ്റിക് വരും. നിങ്ങൾ കറക്റ്റ് അസറ്റ് ബിൽഡ് ചെയ്യുക, പ്രോസസ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ മാത്രം മതി. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കിട്ടിയില്ല വെച്ചിട്ട് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അതിന് 30 ദിവസം എടുക്കാം, ചിലപ്പോൾ ചില ആളുകൾക്ക് 60 ദിവസം വേണ്ടി വരും, ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ദിവസം വേണ്ടി വരും. ഡോണ്ട് വറി, നിങ്ങൾ മുന്നോട്ട് പോകാം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിപ്പോൾ ഓർഗാനിക്കായിട്ട് മാത്രം പോകുന്ന സമയത്ത് സെയിലോ റീച്ചോ കുറവാണെങ്കിൽ അതിൻ്റെ കൂടെ ചെറുതായിട്ടൊക്കെ ഒന്ന് ആഡ്സ് ചെയ്ത് കൊടുക്കുക, ലീഡ്സ് എടുക്കുക. കാരണം നിങ്ങൾ ഓർഗാനിക് ZCM നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആഡും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അമേസിങ് റിസൾട്ടാണ്. കാരണം എന്താ, നിങ്ങൾക്ക് ആഡിലൂടെ കിട്ടുന്ന സെയിൽസ് ലീഡ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഓരോ അസറ്റുകൾ ഉണ്ടല്ലോ, ചിലപ്പോൾ പല ടൈപ്പ് അസറ്റുകളാണ് ബിൽഡ് ചെയ്യുക. ഈ അസറ്റ് നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ ട്രസ്റ്റ് കൂട്ടാൻ സഹായിക്കും. അപ്പോൾ പല ആളുകളും ആഡ്സ് മാത്രം ചെയ്യുക, ZCM ഇല്ല, അല്ലെങ്കിൽ അസറ്റ് ബിൽഡിംഗ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, പല ലീഡുകളും ഫ്ലോപ്പ് ആവും, ക്വാളിറ്റി കിട്ടുന്നില്ല, സെയിൽ ക്ലോസ് ആവുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സിമ്പിൾ പ്രോസസ്സ്. ഞാൻ ഇതിനൊരു സൊല്യൂഷൻ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇൻ കേസ് ചെറിയ രീതിയിൽ റീച്ച് കുറവാണ്, നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് സെയിൽ വേണമെങ്കിൽ കൂടെ ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആഡ് ചെയ്താലും നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ആ സമയത്ത് റീച്ച് കൂടുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ കൊളാബറേഷനുകൾ, ഇൻഫ്ലുവൻസർ സപ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് തേടാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റീച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീച്ച് ആണ്. അത് മാത്രം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. റീച്ച് കൂടുന്തോറുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ റീച്ച് എത്രത്തോളം നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കുമോ, 10 ലക്ഷം, കോടി എന്നിങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ കൂടി പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇന്ററാക്ഷൻ. ഈ I എന്ന് പറയുന്നത് ഓക്കെ, ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ഇംപ്രഷൻസ് എന്നൊക്കെ പറയാം. അതായത് ആളുകളുടെ പ്രവൃത്തികൾ, നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ടുള്ള ആക്ഷനുകളാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ സ്മോൾ ആക്ഷൻസ്. ഈ ആക്ഷനുകളാണ്
എന്ത് നമുക്ക് മനസ്സിലാക്കുന്നത്, ഈ ഒരു കസ്റ്റമേഴ്സ് ഈ വീഡിയോ കണ്ടിട്ട് എത്രത്തോളം നമ്മുടെ വീഡിയോയില് അറ്റൻഷൻ ഉണ്ടായിട്ടുണ്ട്, ഇന്ററാക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ചെറിയ ചെറിയ ആക്ഷനുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഒരു ആക്ഷൻ എടുക്കുക? ഞാൻ മുന്നത്തെ ഒരു ചെറിയ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലെ, പല ആളുകളും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമന്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റൊരാളെ ടാഗ് ചെയ്യും, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കും. അങ്ങനെ പല രീതിയിൽ ചില ആളുകൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെ ആക്ടിവിറ്റികൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ്, ഈ നമ്മളിട്ട വീഡിയോ വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു ടേസ്റ്റിലുള്ള വീഡിയോ നിങ്ങൾ കുറച്ച് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇതിൽ തന്നെ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും, ആദ്യം റീച്ച് ആവുകയാണ് ചെയ്യുക. റീച്ച് ആയി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വ്യൂസിന്റെ കൗണ്ട് കൂടുന്നതായിരിക്കും. ഓക്കെ, വ്യൂസ് കൂടുന്നതും അത് ആളുകളിലേക്ക് കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊമോട്ട് ചെയ്ത് പോയിക്കോളും. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും ഇൻസ്റ്റ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊമോട്ട് ചെയ്തോളും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ആളുകൾ കമന്റ് ചെയ്യാനുള്ള ചാൻസ് കൂടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ലൈക്ക് ചെയ്യാൻ തുടങ്ങും, അവരിത് വേറെ ആളുകൾക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങും, അതുപോലെ തന്നെ സേവ് ചെയ്യാൻ തുടങ്ങും അല്ലെ, പിന്നെ നമുക്ക് റീപോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെയൊക്കെ പല ഓപ്ഷനുകളുണ്ട്. ഓക്കെ, റീപോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഇന്ററാക്ഷൻസ്. ഇതിന്റെ കൗണ്ട് ചിലപ്പം ആദ്യം വരുന്ന 1 or 2 അത് നിങ്ങൾ ഒരുപാട് ലൈക്ക് കിട്ടിയില്ല, ഒരുപാട് വ്യൂസ് ഒന്നും വന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് കമന്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും വറീഡ് ആവേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു പ്രോസസ്സാണ്. ഇതും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അധികം ആളുകൾ വെയിറ്റ് ചെയ്യും. എന്താ, നോക്കട്ടെ, അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ, എത്രത്തോളം എങ്ങനെ പോകുന്നു നോക്കുക. അല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാർക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്, എന്താ അറിയോ, ഒരു 10 ആൾ നല്ലത് പറഞ്ഞാലേ അവനത് നല്ലതാണെന്ന് ഫീൽ ചെയ്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അധികം ആരും കമന്റ് ചെയ്തില്ലെങ്കിൽ, നല്ല കണ്ടന്റ് ആണെങ്കിലും അവരെന്ത് ചെയ്യില്ല, ലൈക്ക് കുടിക്കില്ല, കമന്റും ചെയ്യില്ല. അവരിങ്ങനെ മരിച്ചു പോകും. അതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതിപ്പോ എന്തിനാ ചെയ്യേണ്ട ആവശ്യം, ചിലപ്പോൾ നല്ലതാവും, അവർക്ക് നല്ല ഇൻഫർമേഷൻ കിട്ടിയില്ല, എന്നാലും ചെയ്യില്ല. അപ്പൊ അത് ആളുകളുടെ ഉള്ളിൽ ഒരു ഇതാണത്, ഞാനിപ്പോ എന്താ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ആരെങ്കിലും വന്നിട്ട് ഒരു 10 കമന്റ് നിർഭാഗ്യവശാൽ ഇട്ടാലോ, പിന്നെ ആളുകൾ എന്ത് ചെയ്യും, അതുമ്മ പിടിച്ചിട്ട് അത് 20 ആവും, 30 ആവും, 40 ആവും. അതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളെ കാണുന്ന ഓഡിയൻസിനെ ഈഗോ ഹെർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവരെന്ത് ചെയ്യും, പല രീതിയിൽ കമന്റ് ചെയ്യും, അല്ലെങ്കിൽ ആക്ഷൻ എടുപ്പിക്കുക, നിങ്ങളുടെ ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യൂ, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക. അങ്ങനെ പല രീതിയിൽ ഇതിന് ട്രിക്കുകളുണ്ട്. അപ്പൊ അതിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമാണ് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ മോശമല്ലേ, അത് ചെറുപ്പക്കാർക്കുള്ള എല്ലാവർക്കും പറ്റും, നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് മാറ്റുള്ളൂ. സോഷ്യൽ മീഡിയന്റെ ഒരു സ്ട്രാറ്റജിയും പ്രോസസ്സും ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പൊ അതാണ് ഇന്ററാക്ഷൻസ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോ ചെറുപ്പം മുതൽ ഏത് കടയിൽ കയറിയാലും അപ്പൊ ബിസിനസിന്റെ ആശയങ്ങൾ പറയുന്ന ചങ്കിനെ മെൻഷൻ ചെയ്യൂ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവും, എനിക്കും വേണം ഒരു ചപ്പാത്തി കമ്പനി തുടങ്ങണം, എനിക്കൊരു ടർഫ് തുടങ്ങണം, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവുമല്ലോ അല്ലെ, എനിക്കൊരു വലിയ ഓട്ടോമോട്ടീവിന്റെ കട തുടങ്ങാം. അങ്ങനെ എപ്പോഴും അത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ മെൻഷൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. നമുക്ക് പല ഇതിനായിട്ടും കണക്ട് ചെയ്തിട്ട് ഡിഫറെന്റ് ആക്കിയിടാം. പിന്നെ അതുപോലെ തന്നെ പല ആളുകളും ഈ ഇന്ററാക്ഷനിലുള്ള പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരേ കണ്ടന്റ് തന്നെ ഷെയർ ചെയ്യണമെന്നില്ല. ഇപ്പൊ നമ്മുടെ ബിസിനസ്സിലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്, എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു നാച്ചുറൽ സ്പൈസസ് ആണ് സെല് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ പൊടികളുടെ പിക്ചർ മാത്രം ഇട്ടാൽ പോരെ, ഫാമിങ്ങിന്റെ മാത്രം ഇട്ടാൽ പോരെ, അത് മേക്ക് ചെയ്യുന്ന മാത്രം ഇട്ടാൽ പോരെ എന്നല്ല. നിങ്ങളുടെ കസ്റ്റമറിനെ ട്രസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു കസ്റ്റമറിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിയൽ കണ്ടന്റുകൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. അത് റിയൽ കണ്ടന്റുകൾ ആവുമ്പോഴാണ് ഈ കമന്റും റീച്ചും ലൈക്കും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ പാർസൽ ചെയ്ത് കൊടുക്കുന്നത്, ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്, ഇപ്പൊ ഫാമിംഗ് ആണെങ്കിൽ ആ മണ്ണിൽ കൃഷിയിട്ട് വിത്തിട്ട് അത് കിട്ടുന്നവരുള്ള സ്റ്റോറീസ്, നിങ്ങളുടെ സ്ട്രഗിൾസ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് വിളവെടുക്കുന്നത്, ഇങ്ങനെയൊക്കെ കണ്ടന്റുകളാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡേ ടു ഡേ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് ആ ഒരു പ്രൊഡക്റ്റ് ഹൈലി നാച്ചുറൽ ആണെന്ന് നമുക്ക് പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ ഡേ ടു ഡേ കൺവേ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോടത്ത് പോലും നിൽക്കില്ല. അത്ര രീതിയിലേക്ക് നിങ്ങൾക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വരും. കാരണം വെച്ചാൽ വിഷ്വലി കാണുന്നത് ആളുകൾക്ക് കൂടുതൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇന്ന് പല യങ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സും അവരുടെ പ്രോസസ്സുകൾ ലൈവ് ആക്കുന്നതും അതിലൂടെ അവർക്ക് കൂടുതൽ ഓർഡേഴ്സ് ഏറ്റവും ഷോർട്ട് ടേം പീരീഡിൽ കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മാജിക്. പല ആളുകളും എന്ത് ചെയ്യുന്നത്, ഒരു വേണോ വേണ്ട എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് ഞാനൊരു
വലിയ രീതിയിൽ തന്നെ മാറ്റം കൊണ്ടുവരും. ആ ഒരു കോൺഫിഡൻറ്റോടെ നിങ്ങൾ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കിട്ടിയിരിക്കും. അപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇൻട്രാക്ഷൻ. അപ്പോൾ നിങ്ങളുടെ റീച്ച് കൂടുന്തോറും ഇൻട്രാക്ഷൻ കൂടും. ഇൻട്രാക്ഷൻ കൂടുന്തോറും ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഇപ്പോൾ ഒന്നാണെങ്കിൽ അത് മെല്ലെ കൂടി 10, 20, 30, 100, 1000 ഒക്കെ ആവാം. അങ്ങനെ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ അക്കൗണ്ട് ഒരു പൊസിഷനിലേക്ക്, അടുത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഞാൻ ഇപ്പോൾ 2-3 ദിവസം വീഡിയോ ഇട്ടപ്പോൾ നല്ല മാറ്റമാണ്, ഇനി 2 ദിവസം എന്ത് ചെയ്യാം, വീഡിയോ ഇടണ്ട, ആ പരിപാടി പാടില്ല. അടുത്ത ദിവസം നിങ്ങൾ വീഡിയോ ഇടുക, അതിന്റെ അടുത്ത ദിവസം ഇടുക, ഡെയിലി ഇട്ട് പോവുക, കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് പോവുക. കാരണം എന്താ, നിങ്ങൾ ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നും കൂടി അറ്റൻഷൻ കൊടുക്കേണ്ട സമയമാണ്, ശ്രദ്ധിച്ചു പോകേണ്ട ടൈമാണ്. കാരണം എന്താ, ആ കിട്ടിയതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ അതിന് കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, വേണ്ട. നിങ്ങൾക്ക് അതിലൂടെ തന്നെ അപ്പൊ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൽ നിന്ന് കുറെ ആളുകൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട്, നിങ്ങൾ ആളുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇതെനിക്ക് നിലനിർത്തണം. ആ ഒരു ലഹരി നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഓഡിയൻസ് ഇതിന് മുന്നേ നിങ്ങൾ ബാഗും തൂക്കിയൊക്കെ പോയിരുന്ന കാലം ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ആളുകൾ നമ്മളിലേക്ക് വരുന്നൊരു ഇത് കിട്ടുമ്പോണ്ടല്ലോ, നമുക്ക് ആ ലഹരി ശരിക്കും കിട്ടും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നിർത്താനും പറ്റത്തില്ല. കാരണം എന്താ, ആ ഇത് കിട്ടുന്നതോറും നിങ്ങൾക്ക് അവിടെ സെയിൽസിൽ മാറ്റം വരും, മാർക്കറ്റിംഗിന് മാറ്റം വരും, കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരും, പ്രോസസ്സ് അവിടെ മാറും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇന്ററാക്ഷൻസ് ഫോക്കസ് ചെയ്യുക. അപ്പൊ ഇന്ററാക്ഷൻസ് നിങ്ങൾക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ എന്താ ചെയ്യുന്നത്, നമുക്ക് ഈ ഇന്ററാക്ഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇന്ററാക്ഷൻ ആണ് സി. അടുത്ത സി എന്താണ് നമുക്ക് നോക്കാം അല്ലെ. സി എന്ന് പറഞ്ഞാൽ കസ്റ്റമർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, റീച്ച് ആയി എന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് കസ്റ്റമർ വരില്ല. റീച്ച് ആയിട്ട് നല്ല ഇന്ററാക്ഷൻസും അതിലൂടെ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റികൾ നടക്കണം. ആക്ടിവിറ്റിയിലൂടെയാണ് കസ്റ്റമറിന്റെ ഉള്ളിൽ നമ്മൾ കയറുന്നതും അവർ നമ്മൾ ഡേ ടു ഡേ നമ്മളെ വീഡിയോ കാണാൻ ഇടയാവുന്നു, അവരുടെ ഉള്ളിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു, എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണം എന്നുള്ള ആ ഒരു തോട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ ഇന്ററാക്ഷനും റീച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കസ്റ്റമറാണ് കേട്ടോ. നിങ്ങളുടെ ലൊക്കേഷനിലാണ് വീഡിയോ റീച്ച് ആണെങ്കിൽ 10,000 പേര് അവിടെ ഉണ്ടെങ്കിൽ ആ 10,000 പേരിലേക്കാണ് റീച്ച് ആവുന്നത്. അവരാണ് കമന്റ് ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നതും, അവർ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടൊക്കെയാണ്. ആ 10,000 പേരിൽ നിന്നാണ് നിങ്ങൾക്ക് കസ്റ്റമർ ആയിട്ട് അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോളോ അപ്പ് വേണ്ട, ഒരു സെയിൽസ് സ്റ്റാഫ് വേണ്ട, ആരും വേണ്ട. ഇവിടെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആരാ, ഞാൻ പറഞ്ഞു, നമ്മളിടുന്ന ഓരോ അസറ്റും ഓരോ വീഡിയോയും നമ്മുടെ ഓൺലൈൻ സ്റ്റാഫുകളാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിവിടെ ഓരോ സ്റ്റാഫുകളും ഓരോ വീഡിയോസും നമുക്ക് ഓരോരോ കസ്റ്റമറെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരു ഫണലിലൂടെ നമുക്ക് വേണ്ടി നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓൺലൈൻ സ്റ്റാഫുകൾ അല്ലെ, നമ്മൾ ഓൺലൈൻ സ്റ്റാഫുകൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യും, ഒരുപാട് കസ്റ്റമറെ കൊണ്ടുതരും. അങ്ങനെ കസ്റ്റമറിനെ കൊണ്ടുതരുമ്പോൾ ഒറ്റയടിക്കൊന്നും കസ്റ്റമർ ആവില്ല, അതൊരു പ്രോസസ്സാണ്. പക്ഷെ എനിക്ക് ഇതൊരു ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ, സാധാരണ നിങ്ങൾ ഒരു കസ്റ്റമറെ വിളിക്കുന്ന സമയത്ത് ഒരു തവണ ഒരാളെ വിളിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഒരേ സമയം ഒരുപാട് ആളുകൾ, ചിലപ്പോൾ 30 ആളോ അല്ലെങ്കിൽ 100 ആളോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോഴും ഇവിടെ ഏകദേശം 90% അത് കൺവേർട്ട് ആയിട്ട് ചെയ്യണം. 10% നിങ്ങൾ ചാറ്റ് ചെയ്താലോ അല്ലെങ്കിൽ ഇതാണ് പ്രൊഡക്റ്റ്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തു പറഞ്ഞാൽ ഓൺലൈൻ പർച്ചേസ് തന്നെ അവിടെ നടക്കും. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെയിൽ നടക്കും. ഇതാണ് ആമസോണിന്റെ പ്രോസസ്സ്. ആമസോണിൽ പല ആഡുകളും കണ്ടിട്ട് അവർ പോകുന്നു, മേടിക്കുന്നു, ഒന്നും നോക്കുന്നില്ല. അപ്പൊ ഇത് നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് അസറ്റ് വേണം, സെയിമിലേക്ക് വരണം, കറക്റ്റ് ഫോർമുല ബേസ് ചെയ്തിട്ട് നിങ്ങൾ പോകണം. അങ്ങനെ പോകുകയാണെങ്കിൽ കസ്റ്റമർ ഉണ്ടാവും. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് മേടിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് സെയിൽസ് ഉണ്ടാവും. ഈ സെയിൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരുപാട് പ്രോഫിറ്റ് നിങ്ങൾക്ക് കൊണ്ടുതരും. അതിലൂടെ നിങ്ങൾക്ക് എന്താ ബെനിഫിറ്റ്, ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് എക്സ്പെൻസ് നോക്കണ്ട, സെയിൽസ് എക്സ്പെൻസ് നോക്കണ്ട, ഓവർ സ്റ്റാഫിനെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വളരെ സിമ്പിളാണ്, ചെറുതാണ്, പക്ഷെ ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഹിഡനായിട്ട് കിടക്കുന്നുണ്ട്. അതാണ് കാരണം ഇവിടെ ഓട്ടോമാറ്റിക് ഫോളോ അപ്പ് നടക്കുന്നു, ഒരു 10 സ്റ്റാഫിന്റെ പണി ഇവിടെ എടുക്കുന്നു. കാരണം എന്താ, നമുക്ക് വേണ്ട നിങ്ങൾ എത്ര അസറ്റ് ഉണ്ടാക്കുന്നോ അത്രയും അസറ്റുകൾ, നിങ്ങൾ ഒരു അസറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അസറ്റ് എന്ത് ചെയ്യും, ആ ഒരൊറ്റ വീഡിയോ 10 പേരെയാണോ അഡ്രസ് ചെയ്യുന്നത്, 10 പേരിലേക്കാണോ പോകുന്നത്, അല്ലല്ലോ. ആ ഒരു വീഡിയോയിൽ 100 പേർക്ക് പോയിക്കൂടെ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പല അക്കൗണ്ടിലും കയറി കഴിഞ്ഞാൽ ഒരു വീഡിയോയുടെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1000 വ്യൂസ്, 10,000, 10 ലക്ഷം, 20 ലക്ഷം, 1 മില്യൺ അല്ലെ, അങ്ങനെ അല്ലെ. അത് നിങ്ങൾ ആലോചിച്ചു, അത്രയും ആളുകൾക്ക് ഒരു വീഡിയോസിന് എത്താൻ പറ്റും. അവരുടെ പേഴ്സണൽ മൊബൈലിലേക്ക് അവർ ഈ ഒരു വീഡിയോക്ക് എത്താൻ പറ്റും. നമുക്കെല്ലാം എത്താൻ പറ്റുള്ളൂ. ഞാനിപ്പോ കേരളമാണ്. അപ്പോൾ എനിക്കിവിടെ നിന്ന് ഇപ്പോൾ എക്സാമ്പിൾ ബോംബെയിൽ നിന്ന് ഒരാളുടെ മൊബൈലിലേക്ക് എനിക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല, പക്ഷെ വീഡിയോയ്ക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ അമേരിക്കയിലുള്ള ഒരാൾക്ക് വരെ, മലയാളിക്ക് വരെ നമുക്ക് ഇവിടുന്ന് വീഡിയോസിലൂടെ അവരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എത്തിക്കാൻ പറ്റും.
അത്രയും പവറാണ് അതിനുള്ള അൽഗോരിതം ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഇൻബൗണ്ട് AI സിസ്റ്റം അൽഗോരിതം യൂസ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കസ്റ്റമർ സെയിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ അസറ്റ് എന്ത് ചെയ്യും, ഒരു 1000 പേരിലേക്ക് ഈ ഒരു വീഡിയോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഒരു 200 അസറ്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ ആ അസറ്റുകൾ എത്ര പേരിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ 200 സ്റ്റാഫ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ്, നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങളുടെ സെയില് ഇതൊക്കെ എത്ര മടങ്ങ് പോകും. അപ്പൊ ഇത് സത്യത്തിൽ നിങ്ങളുടെ സ്റ്റാർട്ടിങ് മാത്രമേ നിങ്ങൾ ഈ എഫേർട്ട് എടുക്കേണ്ടതുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 3 to 6 months നിങ്ങൾ എഫേർട്ട് എടുത്താൽ മാത്രം മതി. കൺസിസ്റ്റന്റ് ആയിട്ട് പോവാം. കൺസിസ്റ്റന്റ് ആക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, എല്ലാ മാസവും 1-30 ഫേസ്ബുക്കിന് പൈസ കൊടുക്കുന്ന ഒഴിവാക്കാം, മറ്റുള്ള അഡീഷണൽ എക്സ്പെൻസുകൾ ഒഴിവാക്കാം. നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കറക്റ്റ് നിങ്ങൾ റൺ ചെയ്ത് ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുക സംഭവം സിമ്പിൾ ആണ്, പക്ഷെ ഇത് പവർഫുൾ ആണ്. ഇത് നിങ്ങൾ കറക്റ്റ് യൂസ്, ഇതാണ് ഇന്ന് സക്സസ് ആയിട്ടുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെയും ഫോർമുല, എല്ലാ ബിസിനസ് ഓണേഴ്സിന്റെയും ഫോർമുല. റീച്ച് ആവുക, നാണം കെട്ടും റീച്ച് ആവാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ റീച്ച് ആവുക, അത്രേ ഉള്ളൂ. എത്ര കൂടുതൽ നമുക്ക് ഇന്ററാക്ഷൻസ് കൂട്ടാൻ പറ്റും, ഇന്ററാക്ഷൻസ് കൂട്ടാം. അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമർ ബേസ് കൂട്ടാൻ പറ്റും, അതിനനുസരിച്ച് സെയിൽ കൂട്ടാൻ പറ്റും. ഈ രണ്ട് കാര്യത്തിലാണ് നമ്മളുടെ മാജിക് ഇരിക്കുന്നത്, എത്ര റീച്ച്, എത്ര ഇന്ററാക്ഷൻ. കാരണം ഈ ഫേസ്ബുക്കിന് ഇൻസ്റ്റാഗ്രാമിന് അതിനെ അറിയില്ല ഇത് നെഗറ്റീവ് കമന്റ് ആണോ പോസിറ്റീവ് കമന്റ് ആണോ. നമ്മൾ പല ഇൻഫ്ലുവൻസേഴ്സും കണ്ടിട്ടില്ലേ, പല രീതിയിലുള്ള കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ട് കമന്റ് ചെയ്യിപ്പിക്കുന്നത്. അവിടെ പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പിന്നെ കമന്റുകളുടെ അഭിഷേകമാണ്. പക്ഷെ ആ ഒരു കമന്റ് വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കമന്റ് വരുമ്പോഴും ആ ഓരോ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഓരോ ആളുകളിലേക്ക് എത്തുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ വ്യൂസ് കൂടുന്നു, റീച്ച് കൂടുന്നു, പുതിയ കമന്റുകൾ വരുന്നു. അപ്പൊ ഇൻസ്റ്റാഗ്രാം വിചാരിക്കും ഇത് എന്തോ വലിയ സംഭവമാണ്, ഇത് നല്ല രീതിയിൽ അടിച്ചു കയറ്റിക്കോട്ടെ, അങ്ങനെ എന്ത് ചെയ്യും, വൈറലാക്കും. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് കയറി കൊളത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് ട്രാക്കാണ്, പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് പല ഇൻഫ്ലുവൻസേഴ്സിന്റെയും ഒരു ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതാണ് അവരിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും, പിന്നെ ആ മാറ്റം. അപ്പോൾ ഒരു ബിസിനസ് ഓണറും ഒരു മികച്ച നിങ്ങളുടെ ബിസിനസിന്റെ ഇൻഫ്ലുവൻസർ ആവുക. അപ്പൊ നിങ്ങൾ ഒരു വീഡിയോ ഇട്ടു, 2 വീഡിയോ ഇട്ടു, 50 വീഡിയോ ഇട്ടു, 100 വീഡിയോ ഇട്ടു, ഒരു റിസൾട്ടും ഇല്ല. ചിലപ്പോൾ നിങ്ങൾ 101ാമത്തെ വീഡിയോ ഇടുന്ന സമയത്തായിരിക്കും അത് ചിലപ്പം കയറിയിട്ട് ഒരു 10,000, 2000, ഒരു 64K വ്യൂസ് ഒക്കെ വരുന്നത്. ആ 64 വ്യൂസ് ആകുമ്പോൾ തന്നെ ചിലപ്പോൾ 100-150 ഫോളോവേഴ്സ് നിങ്ങൾക്ക് കയറിയിട്ടുണ്ടാവും. ഈ ഫോളോവേഴ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ നോക്കുമ്പോൾ 50 വീഡിയോ 100 വീഡിയോ പിന്നെ അവിടെ കാണുന്നു. അപ്പൊ നിങ്ങൾ ഇട്ടിരിക്കുന്ന അത്രയും വാല്യബിൾ കണ്ടന്റ് ആണെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്യും, ഈ വീഡിയോ പോയി കാണും, നിങ്ങളുടെ അക്കൗണ്ട് ടോട്ടലി ആയിട്ട് റീച്ച് ആവും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കുറെ മാജിക്കുകൾ ഉണ്ട്. നിങ്ങൾ എപ്പോഴും നോക്കുന്നത് സ്റ്റാർട്ടിങ്ങിലായി ഒരു വ്യൂസ് അല്ല, നിങ്ങൾ പ്രോസസ്സിൽ കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലെവലിലുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അതാണ് ഇതിന് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു സംഭവം ഉണ്ടാവും, AI ആൻഡ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അൽഗോരിതം. നിങ്ങൾ അൽഗോരിതം പഠിക്കേണ്ട, അതിനെ യൂസ് ചെയ്താൽ മാത്രം മതി. അതിനറിയാം അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത്. പല ഇൻഫ്ലുവൻസേഴ്സും പറയുമോ ഇൻസ്റ്റഗ്രാമിന്റെ അൽഗോരിതം മാറിയിട്ടുണ്ട്, അത് പഠിക്കണം, അതിനനുസരിച്ച് വീഡിയോ ചെയ്യണം. അതൊന്നും വേണ്ട, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് തന്നെ പിന്നെ വേണ്ട മാറ്റങ്ങൾ ഓട്ടോമാറ്റിക് വന്നോളൂ. അപ്പൊ അതിനനുസരിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കിട്ടും. അപ്പൊ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിന് കമന്റോ ലൈക്കോ ഷെയറോ അല്ലെങ്കിൽ സേവിങ്സോ അല്ലെങ്കിൽ കോളോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു ഇൻഫ്ലുവൻസർ വരുന്നത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴും ഉണ്ടാവാൻ പോകുന്നത് എന്താ, ചിലപ്പോൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ടാവും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കമന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എൻക്വയറി വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ മെസ്സേജ് ആയിട്ടായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഒരാൾ കോൾ ആയിട്ടാവും വരുന്നത്, ചിലപ്പോൾ വാട്സപ്പിലേക്കാവും വരുന്നത്, ചിലപ്പോൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് നിങ്ങളുടെ ഷോപ്പിലോ ഓഫീസിലോ വിസിറ്റ് ആവും വരുന്നത്. ഓക്കെ, ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻക്വയറീസ് കിട്ടാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഓ അത് ചുമ്മാ കമന്റ് ചെയ്താലേ, ഓ അത് ചുമ്മാ മെസ്സേജ് ചെയ്താലേ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. സോഷ്യൽ മീഡിയയിൽ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് ഒരു കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അവരിൽ എന്തോ അവർക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുള്ള. അതിനെ നിങ്ങൾ കറക്റ്റ് നർച്ചർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഒരു ചുമ്മാ ഒരാള് ഹായ് അയച്ചു കഴിഞ്ഞാല് നിങ്ങൾ ചിലപ്പോൾ അത് ജസ്റ്റ് ഹായ് അല്ലേ, അപ്പൊ ഞാൻ കുറച്ച് വെയിറ്റ് ഇട്ടെടുത്ത് ഞാൻ വലിയ ബിസിനസ് ഓണർ അല്ലേ, അവൻ ചിലപ്പോൾ അടുത്ത മെസ്സേജ് അയക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നാലും കാര്യമില്ല. ആ ഹായ് ആണ് അവൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തോ ഒരാൾ സാധനം ആവശ്യമുണ്ടെന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. അതിൽ കയറി പിടിച്ചോളണം. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും വാല്യൂവും റീച്ചും ഇതൊക്കെ കൂടുന്തോറും ഫേസ് വാല്യൂ ഫെമിലിയർ ആവുന്നതോറും പിന്നെ ആളുകൾ ഈസി ആയിട്ട് നിങ്ങളിലേക്ക് വരും. പ്രൊഡക്റ്റ് ഒന്നും ചോദിക്കാതെ
ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ചിലപ്പോൾ ബയോയിൽ കാണുന്ന ലിങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിലെ ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ലാൻഡിംഗ് പേജോ ചെറിയൊരു ഇ-കൊമേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾ പറയുകയും വേണ്ട, രാത്രിയും പകരം നിങ്ങൾ കിടന്നുറങ്ങാണോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പണിയിലാണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇങ്ങനെ ഓർഡർ സെയിൽസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ കറക്റ്റായിട്ട് പ്രോസസ്സിലേക്ക് വരിക, കറക്റ്റായിട്ട് സിസ്റ്റം സെറ്റ് ചെയ്യുക. അപ്പൊ ആ സിസ്റ്റം സെറ്റ് ചെയ്ത് നിങ്ങൾ ട്രാക്കിൽ എത്തുന്ന വരെ നിങ്ങൾ എഫേർട്ട് എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു രൂപ ചെലവില്ലാതെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.